അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണത്തെക്കുറിച്ച് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ദിവസം എത്ര സമയം മൊബൈൽ ഫോൺ നോക്കാറുണ്ട്? 1 മണിക്കൂർ, 2 മണിക്കൂർ, ചിലപ്പോൾ അതിലും കൂടുതൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന വിശുദ്ധ ഖുർആൻ വായിക്കാൻ ദിവസത്തിൽ 15 മിനിറ്റെങ്കിലും നമ്മൾ മാറ്റിവെക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മളിൽ ഓരോരുത്തരും സ്വന്തം മനസ്സിനോട് ചോദിക്കണം. നോക്കൂ, നമുക്ക് ദഹിച്ചാൽ നാം വെള്ളം കുടിക്കും, വിശന്നാൽ ഭക്ഷണം കഴിക്കും. കാരണം അത് ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ പേരാണ് ഖുർആൻ. ഖുർആൻ വായിക്കാത്ത ഹൃദയം പതുക്കെ ക്ഷീണിച്ചു പോകും. അള്ളാഹുവിനെ ഓർക്കാത്ത മനസ്സിൽ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് വഴികാട്ടുന്നു. അപ്പോൾ നമ്മൾ ഏത് വഴിയിലൂടെ നടക്കണമെന്ന് കാണിച്ചു തരുന്ന ഏറ്റവും നല്ല കൂട്ടുകാരൻ ഖുർആനാണ്. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, ഇന്ന് നമുക്ക് മൊബൈലിൻ്റെ പാസ്വേഡ് മറക്കില്ല. ഗെയിമിലെ എല്ലാ ലെവലുകളും ഓർമ്മയുണ്ട്. പാട്ടുകളും ഡയലോഗുകളും മനഃപ്പാഠമാണ്. പക്ഷേ ഒരു ചെറിയ സൂറത്ത് പോലും പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ നമ്മളിലുണ്ടെങ്കിൽ അത് സങ്കടപ്പെടേണ്ട കാര്യമല്ലേ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ചിന്തിച്ചു നോക്കൂ, ലോകത്തെ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു തരുന്നു. അവർ ഖുർആൻ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമുക്കും ആ കൂട്ടത്തിൽ ഒരാളാകാൻ ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ തീരുമാനമെടുക്കാം. ദിവസവും കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ഖുർആൻ ഞാൻ ഓതും. അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും. വീട്ടിൽ ഉപ്പയും ഉമ്മയും സഹോദരങ്ങളോടും കൂടെ ഒരു ഖുർആൻ സമയം ഉണ്ടാക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടുകളിൽ സമാധാനം വരും, നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷം നിറയും. അല്ലാഹു നമ്മെ കൂടുതൽ സ്നേഹിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഖുർആനെ സ്നേഹിക്കുന്നവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരും ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരുമാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.